അയ്യോ, ശ്രീകല ആന്റി. ശ്രീകല എന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പും ഇല്ലാതെ? നമസ്കാരം. ഇദ്ദേഹമാണ് ഞങ്ങളുടെ MD. ഓ, ഞങ്ങളുടെ കമ്പനിയുടെ മുതലാളി. ഇത് ഭാർഗവിയമ്മ. ഞങ്ങള് കുടുംബ സുഹൃത്തുക്കളാ. അതിലുപരി അനീഷിന്റെ ബന്ധുവാണ്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം മുഴുവൻ അനീഷിന്റെ പേരിൽ ഭാർഗവിയമ്മ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു. നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടിയ സ്ഥിതിക്ക് കമ്പനിയുടെ ഭാഗത്തു നിന്ന് നൽകിയ കേസ് ഞങ്ങൾ പിൻവലിക്കുകയാണ്. ഞങ്ങൾക്കിനി പരാതിയില്ല. ഇവൻ പരാതി പിൻവലിച്ച സ്ഥിതിക്ക് അനീഷിനെ ഇവിടെ നിന്നും റിലീസ് ചെയ്യാലോ സർ? തീർച്ചയായും. അയാളെ തുറന്നുവിടേ. നന്ദിയുണ്ട് സർ, പറഞ്ഞു തീരാത്ത നന്ദിയുണ്ട് എല്ലാരോടും. ശരി മോളെ, ഞങ്ങൾ പോട്ടെ. വാടോ. അനീഷേ, ഒരു മനുഷ്യന് മോശപ്പെട്ടവനാവാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഒരിക്കലൊരു ചീത്തപ്പേരുണ്ടായ ആ പേരുദോഷം മാറ്റിയെടുക്കാനും പ്രയാസമാണ്. ബോധപൂർവം ചിന്തിച്ച അനീഷിനത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏറെ വിലപ്പെട്ടതാ ജീവിതം. അതിന്റെ വില സ്വയം നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞാൽ അനീഷിന് ഒരിക്കലും ഇപ്പൊ ചെയ്ത പോലുള്ള തെറ്റുകൾ ചെയ്യാനാവില്ല. ഇനി ഞാൻ ഒരിക്കലും ഈ തെറ്റുകളൊന്നും ആവർത്തിക്കില്ല മുത്തശ്ശി. എത്ര കഷ്ടപ്പാടുകളുണ്ടായാലും പ്രലോഭനങ്ങളുണ്ടായാലും പണം മോഷ്ടിക്കാനോ ചീട്ട് കളിക്കാനോ പോവില്ല. ഇത്രയും നേരം ഉമിത്തിയിൽ എന്ന പോലെ ഞാൻ ഒരുക്കുകയായിരുന്നു. ശരീരത്തിനും മനസ്സിനുമൊക്കെ നുറുങ്ങുന്ന വേദനയായിരുന്നു. ആ വേദനയിൽ നിന്നും ഞാൻ പുതിയ ചില പാഠങ്ങൾ പഠിച്ചു, ചില പുതിയ തീരുമാനങ്ങളെടുത്തു. ഇവിടെ നിന്ന് ഞാൻ മടങ്ങുന്നത് നല്ലത് മാത്രം ചിന്തിക്കുന്ന, നല്ലത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പുതിയ അനീഷായിട്ടായിരിക്കും. ആ ഒരു മാനസാന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി നിന്റെ ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രമേ ഉണ്ടാവൂ. സ്വന്തം ജീവിതത്തിനൊപ്പം പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന അനിയത്തിമാരെ കുറിച്ച് നീ ചിന്തിക്കണം. മുത്തശ്ശിയോട് എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്ത കൊള്ളരുതായ്മയുടെ പേരിൽ എന്റെ അനിയത്തിമാരുടെ ജീവിതം ഇല്ലാതാവരുത്. അതൊരിക്കലും ഉണ്ടാവില്ല. എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? ചോദിച്ചത് കേട്ടില്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അത് പിന്നെ ശ്രീകല സംയമനത്തോടെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ എന്ത് ചിന്തിക്കണമെന്നാ സുലോചന പറയുന്നത്? എനിക്ക് ചിന്തിക്കാൻ ഒന്നേ ഉള്ളൂ, ദേവികയുടെ ഭാവി. ശ്രീകല കരുതുന്നത് പോലെ ആ കൊച്ചിന് ഭ്രാന്തൊന്നുമില്ല. ഒരു അപകടത്തില് സംഭവിച്ച ഓർമ്മക്കുറവ്, അത് ശ്രീകലയ്ക്കും അറിയാലോ. അത് നിസ്സാരമാണെന്നാണോ സുലോചന പറയുന്നത്? കല്യാണം കഴിഞ്ഞ് ദേവികയുടെ പരിചരണം കൂടിയാകുമ്പോ സിദ്ധുവിന്റെ അസുഖം പരിപൂർണമായി മാറുമെന്ന എല്ലാവരുടെയും പ്രതീക്ഷ. മാറിയില്ലെങ്കിലോ? കല്യാണം കഴിഞ്ഞിട്ട് ആൾ അസുഖം മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? മാറും. അത് നിങ്ങളുടെയൊക്കെ വിശ്വാസമല്ലേ? സിദ്ധാർത്ഥിന്റെ അസുഖം മാറുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പ് തരാൻ പറ്റുമോ? സുലോചനയ്ക്ക് അതിന് കഴിയോ? സിദ്ധാർത്ഥിന്റെ വീട്ടുകാർക്ക് സാധിക്കോ? ആർക്കും സാധിക്കില്ല. സിദ്ധാർത്ഥിന്റെ അസുഖം മാറിയില്ലെങ്കിൽ
ആർക്കും ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. നഷ്ടപ്പെടുന്നത് ദേവികയുടെ ജീവിതം മാത്രമായിരിക്കും. അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി ബലിയർപ്പിക്കാനുള്ളതല്ല ദേവികയുടെ ലൈഫ്. അവളുടെ ജീവിതം കുട്ടിച്ചോറാക്കാനേ ഞാൻ ആരെ അനുവദിക്കില്ല. ദേ, എല്ലാരോടും കൂടെ ഞാൻ പറയാ, ഈ ശ്രീകല ജീവിച്ചിരിക്കുമ്പോ സിദ്ധാർത്ഥനും ദേവികയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. എല്ലാം ഒത്തുതീർപ്പായി. ദേ, അനീഷേട്ടനെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ഇനി ആരും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ആരും എന്താ ഒന്നും മിണ്ടാത്തെ? എന്തുപറ്റി? ഓ, അനീഷേട്ടനുള്ള ദേഷ്യത്തിലായിരിക്കും എല്ലാരും. ആന്റി, അനീഷേട്ടനൊരു കൈപ്പിഴ സംഭവിച്ചു പോയി. അതിലേട്ടന് വല്ലാത്ത പ്രയാസവും കുറ്റബോധവും ഒക്കെ ഉണ്ട്. ഇനി ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഏട്ടൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് എല്ലാവരും ഏട്ടനോടുള്ള എതിർപ്പും വിദ്വേഷവും ഒക്കെ മറക്കണം.